പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ കാലത്ത് രാമനാട്ടുകര പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു സവിശേഷമായ സാംസ്കാരിക ഇടപെടലാണ് കൊറോണ കാലത്തെ സാംസ്കാരിക പച്ചകൾ എന്ന പേരിൽ. നാം ഈ കാലത്ത് കണ്ട സിനിമകളെക്കുറിച്ചും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും മറ്റ് പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ നടത്തുന്ന സംവാദ പരിപാടി. ഈ പരിപാടിയിൽ ഞാൻ ഈ കൊറോണ കാലത്ത് വായിച്ച ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസി എന്ന രാമചന്ദ്ര ഗുഹയുടെ പ്രസിദ്ധമായ പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. വളരെ യാദൃശ്ചികമായാണ് ഗുഹ ഇത്തരമൊരു പുസ്തകമെഴുത്തിലേക്ക് കടക്കുന്നത്. 1997 ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് പിക്കാഡർ എന്ന് പറയുന്ന പബ്ലിഷിംഗ് കമ്പനിക്ക് വേണ്ടി പീറ്റർ സ്ട്രോസ് എന്ന് പറയുന്ന പബ്ലിഷർ അദ്ദേഹമായിട്ട് നടത്തുന്ന ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സംഭാഷണത്തിന് മധ്യേയാണ് ഈ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. പീറ്റർ സ്ട്രോസ് പക്ഷേ വളരെ കൃത്യമായ അജണ്ടയോടുകൂടെ തന്നെയാണ് വന്നത്. ഈ ഒരു പുസ്തകം അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടെ തന്നെയാണ്. യാദൃശ്ചികമായാണ് അദ്ദേഹത്തോട് അത് ചോദിക്കുന്നത്. ഇന്ത്യ അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 50 വർഷം പിന്നിടുന്ന സമയമാണ്. 50 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ടോ, ആധികാരികമായ ചരിത്രം ഇന്ത്യയിൽ ലഭ്യമാണോ എന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് ഗുഹയ്ക്ക് അത് ശ്രമിച്ചുകൂടാ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ പിറവി ആരംഭിക്കുന്നത്. അപ്പോൾ വളരെ കൗതുകകരമായ ഒരു ചോദ്യം കൂടി പീറ്റർ സ്ട്രോസ് എറിയുന്നുണ്ട്. അത് ഇതാണ്: 1947 ഓഗസ്റ്റ് 15 അവസാനിക്കുന്നതല്ലേ നിങ്ങളുടെ ചരിത്രം എന്ന് വളരെ സാന്ദർഭികമായി ഒരു തമാശ മട്ടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഗുഹയുടെ മനസ്സിൽ വളരെ ആഴ്ന്നിറങ്ങിയൊരു ചോദ്യമായിരുന്നു. കാരണം 1947 ഓഗസ്റ്റ് 15 ആണ് അക്കാദമിക തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തും മറ്റും കുട്ടികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചരിത്രം പഠനം അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പരമാവധി അത് നീണ്ടു നിന്നിട്ടുള്ളത് 1948 ജനുവരി 31 ഗാന്ധിജി മരിക്കുന്നത് വരെയാണ്. അതിലപ്പുറമുള്ള ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയുടെ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം ഗൗരവമായി എഴുതപ്പെട്ടിട്ടില്ല. അഥവാ അത് തുടർ ചരിത്രമായി രേഖപ്പെടുത്തിയ പുസ്തകങ്ങളൊന്നും ആ അർത്ഥത്തിൽ ലഭ്യമല്ല. ഈ ഒരു പ്രശ്നമാണ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗുഹ എടുത്ത് പറയുന്നത്. അദ്ദേഹത്തോട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പോകുന്നതിന് ശേഷം പിന്നീട് ഒരു മാസത്തിന് ശേഷമാണ് അതൊരു അഗ്രിമെൻറ്റിലേക്ക് കടക്കുന്നതും 4 വർഷത്തിന് ശേഷം പുസ്തകം ഇറക്കാമെന്ന് പറയുന്നതും. പക്ഷേ 2002 ഇറക്കേണ്ടിയിരുന്ന പുസ്തകം 2007 പുറത്തിറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയ ഈ പുസ്തകം അതിൻ്റെ പുതിയ അപ്ഡേഷനോട് കൂടിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും 2014 വരെയുള്ള ചരിത്രമായിട്ട് ഇപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. ഏറെക്കുറെ 60 വർഷത്തിലധികമുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രമാണ് ഗുഹ വളരെ ശ്രമകരമായ ഈ ദൗത്യത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും 2ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെയുള്ള ഏറെക്കുറെ വിശദമായ വിവരണങ്ങൾ തന്നെ ഈ പുസ്തകത്തിലുണ്ട്. ചരിത്രപരമായി അങ്ങനെ വളരെ കൃത്യമായി ഗാന്ധിജിയുടെ മരണത്തിന് ശേഷമുള്ളൊരു പുസ്തകമല്ല. ഗാന്ധിജിയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാം ചരിത്രം അതിൽ വളരെ വിശദമായിട്ട് തന്നെ ഉണ്ട്. എന്നിരുന്നാലും ഈ പുസ്തകം കൂടുതൽ ഊന്നുന്നത് ആധുനിക ഇന്ത്യയെക്കുറിച്ചാണ്. അഥവാ സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ എങ്ങനെ ഇന്ന് നാം കാണുന്ന ഒരവസ്ഥയിലേക്ക് ആ ഒരു പരിണാമ പ്രക്രിയയെ, ജനാധിപത്യത്തിൻ്റെ വലിയ അന്വേഷണങ്ങളെ രേഖപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഗുഹ ചെയ്യുന്നത്. ഈ പുസ്തകത്തിലുടനീളം അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യം തകരാതെ, തളരാതെ, ഇടർച്ചകളൊന്നുമില്ലാതെ ഈ
2020 എത്തി നിൽക്കുന്ന ഈ ഒരു ചരിത്രം 2014 വരെയാണ് പുസ്തകം പറയുന്നത്. അതുവരെയുള്ള അതിൻ്റെ വിവിധ അത് ജനാധിപത്യ അടക്കാലത്ത് നേരിട്ടിട്ടുള്ള വലിയ വെല്ലുവിളികൾ, എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ജനാധിപത്യം ഇന്ത്യയിൽ പുഷ്കലമായി തന്നെ നിന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ലോകത്തെ ഏറ്റവും വലിയ ഈ ജനാധിപത്യ രാജ്യം പല തവണ വിദേശ ശക്തികളാലൊക്കെ തന്നെ വിദേശികളെല്ലാം തന്നെ കരുതിയിരുന്നത്, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം കരുതിയിരുന്നത്, നമ്മുടെ ഡെമോക്രസി വളരെ പെട്ടെന്ന് തന്നെ തകരാനുള്ള എല്ലാ സാധ്യതകളും ആണ് കണ്ടത്. അതിനുള്ള അടിസ്ഥാനപരമായ സവിശേഷതകളൊക്കെ ഇന്ത്യയിലുണ്ട്. നാം നാനാത്വത്തിൽ ഏകത്വത്തെക്കുറിച്ച് പറയുന്നു, പക്ഷെ അതുതന്നെയാണ് അടിസ്ഥാനപരമായി നാം മുന്നോട്ട് പോവില്ല എന്ന് പാശ്ചാത്യ ചിന്തകർ, പാശ്ചാത്യ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം തന്നെ കരുതുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അതുതന്നെയാണ്. കാരണം വിവിധ മതങ്ങൾ, വിവിധ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, വിവിധ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ, നിരവധി ജാതികൾ, ഇത്തരം വളരെയധികം വൈവിധ്യമുള്ള ഒരു സമൂഹം ഭൂപ്രകൃതിയിലും ഏതെങ്കിലും തരത്തിൽ നമ്മൾക്കൊരു ഹോമോജീനിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം, വികസിത രാജ്യങ്ങൾ പലതും, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങൾക്കൊക്കെ ഉള്ള പൊതുവായിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ആ രാജ്യങ്ങൾക്കെല്ലാം പൊതുവായ എന്തെങ്കിലും ഉണ്ടായിരിക്കും. പൊതുവായ മതം, പൊതുവായ ഭാഷ, പൊതുവായ ഭൂപ്രകൃതി. പക്ഷെ ഇന്ത്യ ടോട്ടലി ഡൈവേഴ്സാണ്. എല്ലാ അർത്ഥത്തിലും അത് വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. അത്തരമൊരു രാജ്യം സ്വാഭാവികമായി തന്നെ തുടരാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ലോജിക്കൽ കൺക്ലൂഷനിലാണ് പലപ്പോഴും പാശ്ചാത്യ ലോകം നിൽക്കുന്നത്. അത് ഇടയ്ക്കിടെ ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോഴും ഈ രാജ്യം ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ള തോന്നൽ ഉളവാക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വിദേശ മാധ്യമങ്ങളിൽ വരുന്നത് പല ഘട്ടങ്ങളിൽ, തുടക്കം മുതൽ ഇത് ഈ ജനാധിപത്യത്തിൻ്റെ ആയുസ് എത്ര കാലമെന്ന് എഴുതപ്പെട്ട രീതിയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ പ്രതിനിധീകരിക്കപ്പെട്ടത്. പക്ഷെ അതിനെല്ലാം മുറിച്ചു കടന്നുകൊണ്ട്, എല്ലാ പ്രതിസന്ധിയെയും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ 2020 എത്തി നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഈ പുസ്തകത്തെ കൂടുതൽ ആഴത്തിൽ നാം മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തുടർന്ന് അങ്ങോട്ടേക്ക് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യലബ്ധി, അതിൽ തന്നെ നമുക്കറിയാം നാം എത്ര കാലം നമ്മുടെ പ്രതീക്ഷകൾ, ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പ്രസംഗം, ഇതെല്ലാം നാം ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് ഏറ്റവും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മൗണ്ട് ബാറ്റനാണ്. ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാവുന്നു. ഗാന്ധിജി പറയുന്നു, ഇന്ത്യക്ക് ആണ് സ്വാതന്ത്ര്യം ലഭിച്ചത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കഴിവുറ്റവരായിരിക്കണം ഇന്ത്യയുടെ ഭരണത്തിൽ വരേണ്ടത്. തീർച്ചയായിട്ടും ആ രീതിയിലാണ് അംബേദ്കർ വരുന്നത്. നമ്മുടെ സൗത്തിലുള്ള ഒരു പ്രമുഖ ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ നിരവധി പേർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ലാതെ, SP മുഖർജി വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഗവൺമെൻറ്റിൽ, ആദ്യ ഗവൺമെൻറ്റിൽ ഉണ്ടാവാൻ കാരണം ഗാന്ധിജി സ്വീകരിച്ച ഒരു നിലപാടും കൂടിയാണ്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ കഴിവുറ്റ നേതൃത്വം ഇതിനെല്ലാം തന്നെ കാരണമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. തുടർന്ന് അങ്ങോട്ടേക്കുള്ള നിരവധി പ്രതിസന്ധികൾ, നെഹ്റുവിൻ്റെ ഒന്നാമത്തെ നെഹ്റു മന്ത്രിസഭ, അല്ലെ ആദ്യ ഇന്ത്യൻ മന്ത്രിസഭ തന്നെ വളരെയധികം പ്രതിസന്ധികളെയാണ് നേരിട്ടിട്ടുള്ളത്. കാരണം ഇന്ത്യക്ക് ഈ ഭരണഘടന എഴുതേണ്ട ഉത്തരവാദിത്തം അവർക്കായിരുന്നു. പിറന്നു വീഴുമ്പം തന്നെ ഏറ്റവും സങ്കടകരമായ രീതിയിൽ ഈ രാജ്യം മതപരമായി വിഭജിക്കപ്പെട്ട ഒരു രാഷ്ട്രശരീരം മുറിഞ്ഞ് ചോര വാർന്നൊഴുകുന്ന വളരെ വേദനാജനകമായ ഒരന്തരീക്ഷത്തിൽ സഹോദരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും കലാപകലുഷിതമാവുകയും ചെയ്ത പഞ്ചാബും ബംഗാളും ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയിൽ കലാപം എല്ലായിടത്തും പടർന്ന് ലക്ഷക്കണക്കിനായ മനുഷ്യർ കൊല്ലപ്പെടുകയും വലിയ പലായനം നടത്തേണ്ടി വരികയും ചെയ്ത ഒരു ഇന്ത്യയിലാണ് നെഹ്റു ഭരണം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കലാപത്തിൻ്റെ തീ
കെടുത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു മഹാത്മാഗാന്ധി നടത്തിയതെങ്കിൽ ഈ കലാപ ഭൂമിയിൽ അഭയാർത്ഥികളായി വരുന്ന ആളുകളെ എങ്ങനെ പുനരധിവസിപ്പിക്കാമെന്നുള്ളതായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അവിടെ നിന്ന് അങ്ങ് ആരംഭിച്ച് അത് വലിയ വെല്ലുവിളികളെ വീണ്ടും വീണ്ടും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടന നിർമ്മാണ സഭ അതിനകം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. 3 വർഷത്തിന് ശേഷം 1950 ജനുവരി 26 നാം റിപ്പബ്ലിക്കായി പുതിയ ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ മഹത്തായ ഭരണഘടന 395 ആർട്ടിക്കിളും ആയി. ലോകത്തിൻ്റെ ഏതാണ്ട് 300ഓളം ആളുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. 8 പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുമായിട്ടുള്ള പ്രതിനിധികളായി അവരുണ്ടായിരുന്നു. അവരുടെ തലനാരിഴ കീറിയ ചർച്ച, അതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി അംബേദ്കർ, അതിന് വളരെ കൃത്യമായ രൂപരേഖ നൽകിക്കൊണ്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ നെഹ്റുവിൻ്റെ ഏറ്റവും ഗംഭീരമായ പ്രസംഗം. ഒരു പക്ഷേ അന്ന് തന്നെ ആധുനിക ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നെഹ്റു മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് മതേതരമായിരിക്കണം, അത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം, സോഷ്യലിസ്റ്റ് പാത സ്വീകരിക്കുന്നതായിരിക്കണം, അതിന് എല്ലാം ഉപരിയായി ഇഗാലിറ്റേറിയൻ, തുല്യത, എല്ലാ പൗരന്മാർക്കും തുല്യതയുള്ള ഒരു രാഷ്ട്രമായിരിക്കണം, ജാതി മത ലിംഗ വർണ്ണ പരിഗണനകളൊന്നുമില്ലാത്ത പുതിയ ഒരു കാലത്തെക്കുറിച്ച്, പുതിയ ഒരു നീതിയെക്കുറിച്ചിട്ടുള്ള പുതിയ സങ്കല്പമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന. അതുകൊണ്ട് തന്നെ അതിൽ നടന്നിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം വളരെ വിശദാംശത്തോടെ ആണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെട്ടത്, 3 വർഷം നീണ്ടു നിന്ന ഈ ചർച്ചകളിൽ എങ്ങനെയാണ് 395 ആർട്ടിക്കിളുള്ള ഇന്ത്യൻ ഭരണഘടന, 12 ഷെഡ്യൂളുകളിൽ 165 ദിവസത്തെ സിറ്റിംഗ് ആണ് ഈ ഭരണഘടനയ്ക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നാം ഭരണഘടന അംഗീകരിക്കുന്നു. തുടർന്ന് നിരവധി പ്രശ്നങ്ങൾ നെഹ്റു അഭിമുഖീകരിക്കുന്നുണ്ട്. ആധുനിക ഇന്ത്യയാക്കി മാറ്റാൻ വേണ്ടിയുള്ള നിരവധി ശ്രമങ്ങളുണ്ട്. വലിയ വ്യവസായങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. റൂർക്കലയിലും ഭിലായിലും ദുർഗാപൂരിലും എല്ലാം തന്നെ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടും, അതേപോലെ കൃഷിക്ക് വേണ്ട ജലസേചനത്തിന് വേണ്ടി വലിയ ബക്രാനങ്കൽ പോലുള്ള വലിയ ഡാമുകൾ നിർമ്മിച്ചും ഇന്ത്യയുടെ വികസനത്തിന് ഉള്ള കുതിപ്പ്, അതിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യ ശ്രമങ്ങൾ വളരെ ശക്തമായി തന്നെ നെഹ്റു നിർവഹിക്കുന്നുണ്ട്. അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി എന്നുള്ളതാണ്. നെഹ്റുവിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും ഇന്ത്യൻ ജനത ആവേശപൂർവ്വം അതിൽ പങ്കെടുക്കണമെന്നും എല്ലാം ഉള്ള നിർബന്ധം ഉണ്ടായിരുന്നു. വളരെ കൗതുകകരമാണ് 52 തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് പറയുന്നത്. കാരണം അന്ന് സുകുമാർ സെൻ എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യൻ സിവിൽ സർവീസ് 1921 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. വളരെ കഴിവുറ്റ ഒരു വ്യക്തിയാണ് സുകുമാർ സെൻ. അന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയതിന് മുൻ മാതൃകകൾ ഇന്ത്യക്ക് മുന്നിലില്ല. ഇന്ത്യ വെസ്റ്റേൺ രാജ്യങ്ങളെപ്പോലെ പാർട്ടി അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാൻ ഉള്ള അത്ര ലിറ്ററസി ഇന്ത്യയിലില്ല, അതിനുള്ള സാക്ഷരത ഇന്ത്യയിലില്ല. അതുകൊണ്ടാണ് ചിഹ്നങ്ങൾ ആദ്യം തന്നെ നാം ഉപയോഗിച്ച് തുടങ്ങുന്നത്. രജിസ്റ്റേർഡ് വോട്ടർ പട്ടികയിൽ 88% ആളുകളും നിരക്ഷരരാണ്. അങ്ങനെയുള്ള വലിയ വെല്ലുവിളികളാണ്. അതിൻ്റെ ചില കണക്കുകൾ വളരെ കൗതുകകരമായി നമുക്ക് തോന്നും. കാരണം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഏതാണ്ട് 8200 മില്യൺ സ്റ്റീലാണ് ഒരുക്കിയിട്ടുള്ളത്. 8200 ടൺ സ്റ്റീലാണ് അന്ന് ഒരുക്കിയിട്ടുള്ളത് ബാലറ്റ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. 500 പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കും 4500ഓളം വരുന്ന സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4500 സീറ്റുകളിലേക്ക്, മറ്റ് 500 പാർലമെൻറ്റ് സീറ്റിലേക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പാണ്. 2,24,000 പോളിംഗ് ഉദ്യോഗസ്ഥർ. അങ്ങനെ നിരവധിയായ സവിശേഷതകളോടെ ആ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിലെ ഏറ്റവും കൗതുകകരമായി തോന്നുന്നൊരു കാര്യം, അന്ന് നോർത്ത് ഇന്ത്യയിലുള്ള പല സ്ത്രീകളും സ്വന്തം പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല. അതിൽ ഗുഹ പറയുന്നുണ്ട്, എസ് മദർ ബീസ് വൈഫ്. അങ്ങനെ എയുടെ അമ്മ, ബിയുടെ
ഭാര്യ എന്നുള്ള രീതിയിലാണ് അവരെല്ലാം സ്വയം പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ സ്വന്തം പേരെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്തരം ഒരു ബോധം അന്ന് ഇല്ല. അതുകൊണ്ട് അവരതേ പറയുകയുള്ളൂ. അതിൻ്റെ ഭാഗമായി മാത്രം 2.8 മില്യൺ സ്ത്രീ വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത് എന്ന് പറയുന്നുണ്ട്. അന്ന് സുകുമാർ സെൻ വളരെ കർശന നിർദ്ദേശമാണ് കൊടുക്കുന്നത്. അത്തരം പേരുകളുള്ള ആളുകളെ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കണം. എന്നാലേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പേര് വിവരങ്ങളോടെ അവർ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയ വെല്ലുവിളി അത് ഇന്ത്യ നേരിടുന്നുണ്ട്. അങ്ങനെ ഓരോ ഘട്ടമായാണ് അതിൻ്റെ വികാസ പരിണാമങ്ങൾ ഉണ്ടാവുന്നത്. ഒടുവിൽ ഇന്ത്യ ചൈന വാർ 1962 നടക്കുന്നു. ഇന്ത്യയുടെ പരാജയം അത് നെഹ്റുവിനെ വല്ലാതെ വേദനിപ്പിച്ചു, അതിലേറെ വേട്ടയാടി എന്ന് പറയുന്നതാണ് സത്യം. നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്ന് ഒരുപക്ഷെ ചൈന വാറാണ് എന്ന് ഈ പുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നെഹ്റു ബിക്കെയിം ആൻ ഓൾഡ് ആൻഡ് ഷോർട്ട് മാൻ എന്ന് ഗുഹ പറയുന്നുണ്ട്. പെട്ടെന്ന് നെഹ്റു, ഇന്ത്യയുടെ ഏറ്റവും തലയെടുപ്പുണ്ടായിരുന്ന നേതാവ്, ഈ വാറിന് ശേഷം ഒരു പ്രായം ചെന്ന കുറിയ മനുഷ്യനായി മാറി എന്ന് നെഹ്റുവിന് കിട്ടിയിരുന്ന വ്യക്തിപ്രഭാവം, ആ കരിസ്മ, അതിൻ്റെ മുകളിൽ വലിയ ആഘാതമാണ് ആ തെരഞ്ഞെടുപ്പ്, ആ യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നെഹ്റുവിനെ അത് മാനസികമായി ഒലിച്ചു. നെഹ്റു പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് അടിപ്പെടുകയും നെഹ്റു മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഭരണമാണ് 17 വർഷത്തിന് ശേഷം 1964 ആരംഭിക്കുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഭരണം. ഏതാണ്ട് 2 വർഷം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭരണം. നിരവധി സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള വ്യക്തിയാണ്. വളരെ ഗാന്ധിയൻ മാർഗത്തിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിൽ വളരെ ശക്തമായി തന്നെ പാകിസ്ഥാനോട് ഏറ്റുമുട്ടുകയും ഇന്ത്യൻ സൈന്യത്തിന് എല്ലാ ശക്തിയും പ്രദാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെ വ്യത്യസ്തമായൊരു മുഖം അദ്ദേഹം അന്ന് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അതാണ് അവസാനം താഷ്കൻഡ് കരാറിലെത്തുന്നതും അതിന് മീഡിയേറ്റ് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ്റെ താഷ്കൻഡിൽ വെച്ചിട്ടാണ് അയൂബ് ഖാനും ലാൽ ബഹദൂർ ശാസ്ത്രിയും തമ്മിലുള്ള ഈ കരാർ ഒപ്പിടുന്നത്. ആ കരാർ ഒപ്പിട്ട അന്ന് രാത്രി ആണ് അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നത്. അങ്ങനെ 2 വർഷത്തോളം മാത്രമുള്ള ശാസ്ത്രിയുടെ യുഗവും അവസാനിക്കുകയാണ്. തുടർന്ന് വരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഭരണം അത് മിക്കവാറും ഒരു 15 വർഷം നീണ്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടക്കാലത്ത് ഒരു ജനതാ ഗവൺമെൻറ് വരുന്നുണ്ട്. ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിൽ അതിൽ ഇന്ദിരാഗാന്ധിയുടെ ജനസമ്മതി നഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് വരുന്നത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള ജനതാ മൂവ്മെൻറ്റ് വരികയും അങ്ങനെ ഒരു ഇടക്കാല ഒരു ഗവൺമെൻറ് 77 മുതൽ 80 വരെ വരുന്നുണ്ട്. അതുവരെ നമുക്ക് നോക്കിയാൽ ഓരോ 5 വർഷം കൃത്യമായിട്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടന്നതുപോലെ നമുക്ക് മനസ്സിലാവും. 52, 57, 62, 67, 72 നടക്കേണ്ടത് 71 ഇന്ദിരാഗാന്ധി നടത്തുന്നുണ്ട്. പക്ഷേ അടിയന്തരാവസ്ഥ കാരണം 77 തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിലാണ് പരാജയം വരുന്നത്. അതുവരെ നമുക്ക് കൃത്യമായ 5 വർഷ ഇടവേളകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. പിന്നീട് 3 വർഷം കഴിയുന്നതോടെ ജനതാഭരണം അവസാനിക്കുകയാണ്. വീണ്ടും ഇന്ദിരാഗാന്ധി ഭൂരിപക്ഷത്തോടെ തന്നെ തിരിച്ചു വരുന്നു. അതിനുശേഷം 80-ൽ ആരംഭിച്ച ഇന്ദിരാഗാന്ധിയുടെ ഭരണം 84-ൽ സ്വന്തം സെക്യൂരിറ്റി ഭടന്മാരാൽ, സിഖ് മതത്തിൽപ്പെട്ട, കാരണം സിഖ് കലാപത്തിനെ തുടർന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ കലാശിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് 84-ഓടെ ഇന്ദിരാഗാന്ധി മരണപ്പെടുകയും തുടർന്ന് രാജീവ് ഗാന്ധിയുടെ ഭരണം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ രാജീവ് അധികാരത്തിൽ വരികയും 89-ഓടെ രാജീവ് ഗാന്ധി അധികാരത്തിൽ, അതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പോടെ രാജീവ് ഗാന്ധി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താവുകയും പിന്നീട് VP സിംഗിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ ഫ്രണ്ടിൻ്റെ ഒരു ഭരണമാണ് 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്നത്. 91-ൽ അത് അവസാനിക്കുകയും തുടർന്ന് നടന്ന അതൊരു ന്യൂനപക്ഷ ഗവൺമെൻറ് ആയിരുന്നു. അത് BJP ഒരു വശത്തു നിന്നും ഇടതുപക്ഷം മറ്റൊരു വശത്തു നിന്നും പിന്താങ്ങിയിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നു.
അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് വീണ്ടും ആവശ്യമായി വരികയും ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും അത് വീണ്ടും കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ അധികാരത്തിലേക്ക് വീണ്ടും എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നരസിംഹറാവുവാണ് 1991 വീണ്ടും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നത്. തുടർന്നാണ് ഇന്ത്യയിൽ നവ ലിബറൽ നയങ്ങൾ നടപ്പാക്കുന്നത്. മറ്റൊരു ചരിത്രഘട്ടം ആരംഭിക്കുകയാണ്. ഏതാണ്ട് 5 വർഷത്തിന് ശേഷം റാവുവിൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ നിന്ന് പുറത്താവുന്നു. പിന്നെ അല്പകാലം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളാണ്. അതിനുശേഷം 99 NDA BJPയുടെ നേതൃത്വത്തിൽ ഭരണം ആരംഭിക്കുന്നു. അത് 5 വർഷത്തിന് ശേഷം പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അതിൽ പറയാനുള്ളത്, കാർഗിൽ യുദ്ധം ആ സമയത്താണ് നടക്കുന്നത്. അതേപോലെ ആണവ സ്ഫോടനം നടത്തുന്നത്, ആണവ പരീക്ഷണം ഇന്ത്യ വീണ്ടും നടത്തുന്നത് ആ കാലയളവിൽ NDAയുടെ ആ കാലയളവിലാണ്. 2004 ശേഷം 10 വർഷം UPA കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ ഭരണം ആണ് നടക്കുന്നത്. 1ാം UPA 2ാം UPA രണ്ടും മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി. അതിനുശേഷം വീണ്ടും NDA വരികയാണ്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് പിന്നീട്. അതാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ തുടർന്നു വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം ആയി രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇതിൽ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ നടന്ന എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ആഴമേറിയ വിശകലനങ്ങളും ഇന്ത്യ നേരിടുന്ന വിവിധ വെല്ലുവിളികളും എല്ലാം വളരെ പണ്ഡിതോചിതമായും വളരെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും വളരെയധികം ഗുണകരമായ രീതിയിലുമാണ് ഗുഹ അത് വിവരിക്കുന്നത്. ഇന്ത്യ എപ്പോൾ മുതലാണ് ഒരു വർഗീയതയുടെ പാതയിലേക്ക് സഞ്ചരിക്കാൻ ആരംഭിച്ചത് എന്നത് ഈ പുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. തുടക്കം മുതലേയുള്ള വർഗീയതയുടെ ധാരകൾ പിന്നീട് ശക്തമാവുന്നത് എപ്പോൾ മുതലാണ്? 1984 ശേഷമാണ് ഇന്ത്യയിൽ വർഗീയത വീണ്ടും ശക്തിപ്പെടുന്നത് എന്ന് നമുക്ക് ഈ പുസ്തകത്തിന് വളരെ വ്യക്തമായി സംഭവവികാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുഹ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഒരു ഘട്ടത്തിൽ രാമചന്ദ്ര ഗുഹ പറയുന്നുണ്ട്, ഏതാണ്ട് രാജീവ് ഗാന്ധിയുടെ ഭരണം അവസാനിക്കുന്നതോടെ തന്നെ ഇന്ത്യയിൽ ഏകകക്ഷി ഭരണത്തിൻ്റെ ഒരു കാലം അവസാനിക്കുന്നുവെന്ന് അദ്ദേഹം വളരെ ഗണ്യതമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. വളരെ ലോജിക്കലായി, വളരെ കൃത്യമായ നിരീക്ഷണങ്ങളോടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പഴയതുപോലെ ഏക പാർട്ടി ഭരണത്തിൻ്റെ ഒരു പിടിയിൽ നിന്ന് ശക്തമായ പ്രാദേശിക കക്ഷികൾ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ പുതിയ പാർട്ടികൾ, പ്രാദേശിക അടിസ്ഥാനത്തിലും പുതിയ അടിച്ചമർത്തപ്പെട്ട പഴയ ജാതികളുടെ എല്ലാം തന്നെ ഉയർത്തെഴുന്നേൽപ്പ് പുതിയ പാർട്ടികളുടെ രൂപത്തിൽ വരുന്ന ഒരു ചിത്രം കൂടെ നമ്മൾ പിന്നെ കാണുന്നുണ്ട്. SP, BSP, RJD തുടങ്ങിയ കക്ഷികൾ ഒരു ഭാഗത്തൂടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി പ്രാദേശിക പാർട്ടികൾ ഇന്ത്യയിലെമ്പാടും വളരെ ശക്തമാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ പ്രാദേശിക പാർട്ടികളായിരിക്കും ഒരു പക്ഷേ ഇനി ഇന്ത്യയുടെ ഭാഗധേയം നിർണ്ണയിക്കുക എന്നുകൂടി അദ്ദേഹം വളരെ സൂക്ഷ്മമായ ചില വിചിന്തനങ്ങൾ നടത്തുന്നുണ്ട്. അഥവാ നാം ഏകപാർട്ടി ഭരണത്തിലേക്ക് വരുന്നു എന്ന് തോന്നുമ്പോൾ പോലും പ്രാദേശിക പാർട്ടികളുടെ പ്രാധാന്യം വളരെ വ്യക്തമായും അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ കീറിമുറിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഗുഹ നടത്തുന്നത്. പക്ഷേ അതിലേറ്റവും പ്രധാനം ഈ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഭീകരതയുടെ നിരവധി ചരിത്രങ്ങൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ 26/11 മുംബൈയിൽ ഭീകരർ നടത്തിയിട്ടുള്ള ആക്രമണം, പഞ്ചാബിൽ ദീർഘകാലം നീണ്ടു നിന്നിട്ടുള്ള ഖാലിസ്ഥാൻ വാദം, ജമ്മു കാശ്മീർ എന്നും ഇന്ത്യയുടെ വറ്റാത്ത ഒരു കനലായി, ഒരു നെരിപ്പോടായി എപ്പോഴും ഇന്ത്യയുടെ വിവിധ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പിറവി മുതൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സൂചനയായി പറയുന്നുണ്ട്.
അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നുള്ള ജാർഖണ്ഡ് പ്രക്ഷോഭങ്ങൾ, ആസാം പ്രക്ഷോഭങ്ങൾ, നാഗാലാൻഡിൽ നടക്കുന്ന മറ്റൊരു രാജ്യം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, തെക്ക് നിന്നുള്ള ഭാഷാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ, പിന്നീടത് വളരെ ശക്തമായ മാനങ്ങൾ ആർജിക്കുന്ന രീതിയിലേക്ക് അത് വളരുന്നത്. ഇത്തരം വിവിധ കാര്യങ്ങൾ ഈ പുസ്തകങ്ങളിൽ വിവരിക്കുന്നതോടൊപ്പം ഈ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് കൊണ്ട് ഇന്ത്യക്ക് നിലനിൽക്കാനായി എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ വലിയൊരു വിജയമായി അദ്ദേഹം പലപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒരു നിതാന്തമായ ഒരു ജാഗ്രതയോടെ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് തന്നെയാണ്. ആദ്യം മുതലേ വിദേശികളുടെ കയ്യിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ണിൽ ഇന്ത്യ പരാജയപ്പെടുമെന്ന് തോന്നുന്ന ഘട്ടങ്ങൾ പലതും ഉണ്ടായിട്ടും അവയെല്ലാം മുറിച്ച് കടന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം വിജയിക്കുന്നതിൻ്റെ ഒരു വലിയ സന്ദേശം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം അതിന് കാരണക്കാരായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമുന്നതരായ വ്യക്തികൾ, നെഹ്റുവിനെ വളരെ ശക്തമായി തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരുമിച്ച് നിർത്തിയതിൽ, ഇന്ത്യൻ ഭരണഘടനയെ നിലനിർത്തിയതിൽ, അതിൻ്റെ മതേതരമായ അടിസ്ഥാനങ്ങളെ നിലനിർത്തിയതിൽ ഗാന്ധിജിക്കും നെഹ്റുവിനുമെല്ലാമുള്ള പങ്ക് നിസ്തുലമാണ് എന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാവും. അപ്പോൾ ഇന്ത്യയെ നിലനിർത്തുന്നതിന് സഹായകമായ വിവിധ ഘടകങ്ങൾ, പ്രാദേശികമായ ഘടകങ്ങൾ മുതൽ ഇന്ത്യൻ ദേശീയമായ ഘടകങ്ങൾ വരെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഗുഹയുടെ പുസ്തകം. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ചരിത്രജ്ഞാനികൾക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇത്. മാത്രമല്ല ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാനും ഇന്ത്യ എന്ന രാജ്യം, ഈ മഹത്തായ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും അനിവാര്യമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. എന്നെ ഈ പുസ്തകം അവതരിപ്പിച്ച, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.